പലപ്പോഴും നമ്മളുടെ പുരുഷന്മാർക്ക് പറ്റുന്ന ഒരു ചെറിയ അബദ്ധമാണ്. ഒരു സ്ത്രീയോട് അവർക്ക് പ്രണയം ഇല്ലെങ്കിൽ ഇഷ്ടം താല്പര്യമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൗമാരക്കാലത്തെ ആ ഒരു കമിതാക്കളെ പോലെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ സ്നേഹം തേടുവാനായിട്ട് ഇങ്ങനെ റോമിയോമാർ നടക്കുന്ന പോലെ വാലച്ചുറ്റി പുറകെ നടക്കുക എന്നൊരു ശീലം. എന്നാൽ ഇത്തരം ഒരു പ്രവണത നിങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ പല സ്ത്രീകളും അവരോട് താല്പര്യം അല്ലെങ്കിൽ ആ പുരുഷനോട് താല്പര്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ട് ആ ഒരു സ്ത്രീയെ വേണം എന്ന തരത്തിൽ പുറകോട്ട് നടക്കുമ്പോൾ ആ സ്ത്രീക്ക് പുരുഷനോടുള്ള മതിപ്പ് നഷ്ടപ്പെടുകയും തീർച്ചയായും അകന്നകന്ന് പോവുകയും ചെയ്യും. അത് പെണ്ണിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. ഈ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ പലപ്പോഴും അവരാഗ്രഹിക്കുന്ന സ്ത്രീയെ പങ്കാളിയായിട്ട് സ്വന്തമാക്കുവാനായിട്ട് പരാജയപ്പെടാറുമുണ്ട്. അപ്പോൾ നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ട് ഒരു സ്ത്രീ വീഴുന്നില്ല എങ്കിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് ആ പെണ്ണിനെ മനസ്സിലാക്കി കൊടുക്കുക. ഇതിൻ്റെ പിറകിലെ ചില മനഃശാസ്ത്രപരമായ ടെക്നിക്കുകൾ കൂടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സ്ത്രീ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഒപ്പം വരികയുള്ളൂ. അതിന് ചെയ്യേണ്ട ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ പറയുന്നത് പുൾ ബാക്ക് തിയറി എന്നൊക്കെ പറയും. അതായത് ഒരു പെണ്ണിൻ്റെ പുറകെ നിരന്തരം നടക്കുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിലേക്ക് ചെല്ലുന്ന ഒരു സന്ദേശം ഇതാണ്: എനിക്ക് വേറെ ആരും ഇല്ലേ, നീ ഇല്ല, എനിക്ക് ജീവിക്കാൻ വയ്യേ. അതായത് ഇവളില്ലാത്തൊരു ലോകം അവനില്ല എന്ന് നിങ്ങളറിയാതെ തന്നെ ഈ പെണ്ണിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ത്രീക്ക് ഇവനൊരു കിഴങ്ങനാണ്, ഒരു കഴിവില്ലാത്തവനാണ് എന്നൊരു തോന്നലാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്തരം ഒരു മണ്ടത്തരം ഒരു പെണ്ണിനെ ചെയ്യുവാനായിട്ട് പാടില്ല. അതുപോലെ അമിതമായിട്ട് പ്രഷർ ചെലുത്തുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെ ഒരു മനഃശാസ്ത്രമാണ്, ഇവൻ എന്തിനാണ് ഇത്ര നിർബന്ധിക്കുന്നത്, ഇവനെന്തോ കുഴപ്പമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, അത് ഒരു ശല്യമായിട്ടൊക്കെ തോന്നും. അപ്പോൾ സ്ത്രീകൾ പൊതുവെ എന്നെ കാണിക്കും, പുറകോട്ട് മാറാനുള്ള ഒരു സാധ്യത ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പുരുഷനിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് മിസ്റ്ററി അല്ലെങ്കിൽ ചലഞ്ചിങ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കും. അതായത് ഒരു അല്പം മിസ്റ്റീരിയസ് ആയിട്ടുള്ള വ്യക്തികളോടാണ് സ്ത്രീകൾക്ക് താല്പര്യം. അതായത് പെട്ടെന്ന് പിടികൊടുത്ത് തമാശയൊക്കെ പറഞ്ഞ് പുറകെ ഇങ്ങനെ നടക്കുന്ന ആളുകളോട് സ്ത്രീകൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുപോലെ പലപ്പോഴും നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രശ്നമാണ് സൈഗർണിക് എഫക്റ്റ് എന്ന് പറയും. അതായത് അപൂർണമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക എന്നുള്ളത്. സീരിയലിലെ കണ്ടിട്ടില്ലേ? സിനിമയുടെ ഇടവേളയുടെ സമയമൊക്കെ ഒരു സസ്പെൻസിൻ്റെ സമയത്ത് അവരങ്ങ് നിർത്തിയിട്ട് പോകും. അപ്പോൾ സീരിയലൊക്കെ എങ്ങനെയല്ലേ, നാളെ വന്ന് കാണാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ ഒരു പുരുഷൻ ഒരു പെണ്ണിനോട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കാര്യങ്ങളൊക്കെ പറയാതെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടത്തരത്തിൽ നിർത്തണമെന്നല്ല, ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാൻ നാളെ കണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് ആ സംഭാഷണം അവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ, അതായത് പെണ്ണിനെ ബോറടിക്കാതെ തന്നെ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് പോകുമ്പോൾ ഈ പെണ്ണ് ചിന്തിക്കുന്നുണ്ട്, ഇവന് ഞാൻ മാത്രമൊന്നുമല്ല, വേറെ എന്തൊക്കെയോ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അവന് ജോലിയുണ്ട്, തിരക്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ പെണ്ണ് ഇവന് വേണ്ടിയിട്ട് അവൻ എന്നായിരിക്കും ബാക്കി പറയാനുള്ളത്, അതുകൂടെ കേൾക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് ഈ പുരുഷനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് തുടങ്ങും. ഇങ്ങനെ ഒരു പെണ്ണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള സമയം നൽകുക അവളുടെ തലച്ചോറിന് കൊടുക്കേണ്ട ഒരു പണിയാണ്. അവളെപ്പോഴും നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക. അപ്പോൾ എന്നാ കാണിക്കണം, നിങ്ങൾ ഇച്ചിരി ജാടയൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് പുറകോട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ സ്വന്തം മൂല്യം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ജോലിയുണ്ട്, തിരക്കുണ്ട്, അപ്പോൾ കുറേ നടന്ന് കഷ്ടപ്പെടുന്നതിലും ഒരു പെണ്ണിന് അവന് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ അവൻ എനിക്ക് ഇല്ലാതെ വരുന്ന ഒരു ഭയങ്കര നഷ്ടമാണ്, അവൻ നല്ല ബുദ്ധിമാനാണ്, മിടുക്കനാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, ഇങ്ങനെയൊക്കെ ഒരു ബഹുമാന്യത ഉണ്ടെങ്കിൽ മാത്രമേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ വരുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ സമയത്തിന് ഒരു വിലയില്ല, അവൾ പറയുന്ന എല്ലാ കാര്യവും ചെയ്ത് ഇങ്ങനെ പുറകെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയുടെ അടുത്ത് ഞാൻ വലിയ മൂല്യമുള്ള വ്യക്തിയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല, ഞാൻ വലിയ സംഭവമാണ്, ഇങ്ങനെയുള്ള ജാടയും കൊണ്ട് വിവാഹശേഷമാണ് നിങ്ങൾ ഇറങ്ങുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതമേ കട്ടപ്പുക ഭാര്യ നിങ്ങൾ ഇട്ടേച്ച് പോവുകയോ മറ്റ് ബന്ധങ്ങളിലേക്ക് തേടി പോവുകയോ
ഇവനൊരു വെറും ഡാഷായി പോയല്ലോ കർത്താവേ എന്ന് ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങളോട്ട് അടുപ്പിക്കാനുള്ള, എത്ര ശ്രമിച്ചാലും വീഴാത്തൊരു പെണ്ണിനെ നിങ്ങളോട്ട് അടുപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞു തന്നെ. വിവാഹശേഷം ഈ പരിപാടി ഒരിക്കലും വർക്കൗട്ട് ആകാലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കഷ്ടപ്പെട്ട് നേടിയത് കോഞ്ഞാട്ടെ ആകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ളത്തരൊന്നും നിങ്ങൾ കാണിക്കരുത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനവൻ്റെ വാല്യൂ തിരിച്ചറിയുക, അവനവൻ്റെ സമയത്തിൻ്റെ വാല്യൂ തിരിച്ചറിയുക. താൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഇത് മാത്രമല്ല, നിൻ്റെ പുറകെ നടക്കലല്ല, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ വരെയുണ്ട്, ജോലിയുണ്ട്, തിരക്കുണ്ട്, ബിസിനസ്സുണ്ട്, എൻ്റെ അങ്ങനെ നമ്മളുടെ റെസ്പെക്റ്റ്, അവനവൻ്റെ ആത്മവിശ്വാസമുള്ള ഒരു പുരുഷനെയാണ് ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നത്. സ്വന്തമായിട്ട് അഭിപ്രായം കഴിവും ഒക്കെ ഉള്ള ഒരു പുരുഷനെ ആണ് സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വയ്ക്കുക. അല്ലാണ്ട് എല്ലാ ദിവസവും ഇടി നീ മിണ്ടിയില്ല, എനിക്ക് പറ്റത്തില്ല, SMS ഇട്ടില്ല, എനിക്ക് ഉറക്കം വരത്തില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞ് പുറകെ, അല്ലെങ്കിൽ നിനക്ക് എന്താ വേണ്ടേ ചക്കരെ കരളെ പറ എന്നും പറഞ്ഞ് നടക്കരുത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കലിപ്പൻ കാന്താരി സംഭവം ഇപ്പോഴും നടക്കുന്നത്. ഈ കലിപ്പൻ്റെ പുറകെ കാന്താരി പോകുന്നുണ്ട്, അവനിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ ഏട്ടായി, എൻ്റെ തീട്ടായി എനിക്കിട്ട് തന്നാലും തീട്ടായിക്കത്ത എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നിയിട്ടാണ് പലരും പോണേ. നമ്മളിങ്ങനത്തെ ചില സാധനത്തെ കാണുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം ഒരു അഡിക്ഷൻ ഒരു സ്ത്രീക്ക്, ഒരു പുരുഷന് അത്തരം ഒരു അഡിക്ഷൻ സ്ത്രീയിൽ ജനിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അവനൊരു കഴിവുള്ള പുരുഷനാണെന്ന് സ്ത്രീക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പെണ്ണ് ഇവൻ്റെ പുറകെ വാലെ അങ്ങോട്ട് ചെല്ലും. നിങ്ങൾ വലിയ ഓഫറൊന്നും കൊടുത്ത്, കുഞ്ഞാടിന് ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത്, ഗിഫ്റ്റും വാങ്ങിക്കൊടുത്ത് ഇങ്ങനെയൊന്നും പുറകെ നടക്കേണ്ടതായിട്ട് വരികയില്ല.